ഇനി ഈ മത്സരത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ കാര്യത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാം. ഇൻഫാക്ട് കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സന്തോഷം എന്നിൽ വളരെ പ്രകടമായിരുന്നു. അതിന് കാരണം ലീവൈ കോൾവില്ലിന്റെ തിരിച്ചുവരവ് തന്നെയാണ്. നമ്മൾ എത്രത്തോളം ആ പ്ലെയറിനെ മിസ് ചെയ്തു എന്നുള്ളത് ഇന്നത്തെ ആ പെർഫോമൻസിൽ ഭയങ്കര പ്രകടമായിരുന്നു. നമുക്കറിയാം ഫസ്റ്റ് ഡേ ഓഫ് പ്രീ സീസണിൽ ACL ഇഞ്ചുറി കിട്ടി പോയ പ്ലെയറാണ്. ക്ലബ് വേൾഡ് കപ്പിലൊക്കെ നമുക്ക് വേണ്ടി എങ്ങനെയാണ് കളിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. നമുക്കൊരു റിലയബിൾ ഓപ്ഷനാണ് ബാക്കിൽ, നമ്മുടെ ബെസ്റ്റ് സെൻറ്റർ ബാക്ക് ഓപ്ഷനാണ്. പെട്ടെന്ന് ആ ഒരു ലൈനപ്പിലേക്ക് വരുന്ന ഒരു ACL ഇഞ്ചുറിയുടെ ഇമ്പാക്റ്റ് എന്താണെന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഒരിക്കലും ഒരു പ്ലെയർ പെട്ടെന്ന് തന്നെ ആ ഒരു പഴയ ലെവലിൽ എത്തുമോ എന്നുള്ളൊരു പേടി നമ്മളിൽ എല്ലാവരിലും സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ കോൾവിൽ ഇന്ന് വന്ന് കളിച്ച ആ ഒരു പെർഫോമൻസ് കാണുമ്പോഴത്തേക്കും ശരിക്കും ഒരുപാട് പ്രതീക്ഷ എനിക്കുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ആക്ച്വലി ഹാറ്റോ ഒന്ന് കമ്മിറ്റ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്പേസിലേക്ക് ഫ്രിംപോങ് അറ്റാക്ക് ചെയ്തു. ആ സമയത്ത് കോൾവിൽ ലെഫ്റ്റ് സെൻറ്റർ ബാക്കിൽ നിന്ന് ഈ ഫ്ലാങ്കിലോട്ട് വന്ന് അത് കവർ ചെയ്യുന്ന ഒരു സ്വീപ്പിംഗ് ടാക്കിൾ ഉണ്ടായിരുന്നു. ആ മൊമെന്റിൽ എനിക്ക് മനസ്സിലായി, ദൈവമേ കുഴപ്പമൊന്നുമില്ല. കാരണം ആ ഒരു ക്വിക്ക് ബേസ്റ്റ് ഓഫ് പേസ് ആണ്. നമുക്കറിയാം ACL കിട്ടിയിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും, എനിക്കും കിട്ടിയതാണ്. പെട്ടെന്ന് നമ്മുടെ റിയാക്ഷൻ ടൈം മീൻസ് പെട്ടെന്ന് നമ്മൾ തിരിയുക, പെട്ടെന്ന് ഓടുക, അതിനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് ആദ്യം നമുക്ക് ഉണ്ടാവും. പക്ഷെ ആ ഒരു ഷാർപ്നെസ് ഉണ്ടല്ലോ, അതൊരു വലിയ സൈനാണ്. കാരണം കോൾവില്ല പഴയ ഫോമിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം ഒഴിവായി കിട്ടും. പിന്നെ ബാക്കിൽ നിന്ന് പ്ലേ ബിൽഡ് ചെയ്യാനുള്ള കോൾവില്ലിന്റെ ക്വാളിറ്റിയെ കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് അറിയാവുന്നതാണ്, വളരെ ഇന്റൻഷനലി ബോൾ മൂവ് ചെയ്യുന്ന ഒരു സെന്റർ ബാക്കാണ്. ഇന്നും ആ ഒരു ജോ പെഡ്രോയ്ക്ക് ഫസ്റ്റ് ഹാഫിൽ ഒരു അവസരം ഉണ്ടായിരുന്നു. പാമർ ഒരു ത്രൂ ബോളിൽ റിലീസ് ചെയ്ത് സെന്ററിലൂടെ, പക്ഷേ അമർദാശ്വലി പെട്ടെന്ന് അഡ്വാൻസ് ചെയ്തു വന്നത് കളക്ട് ചെയ്തു. ആ ഒരു മൂവ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോൾവിൽ നിന്നാണ്. എന്തായാലും ഞാൻ ഒരുപാട് പറഞ്ഞ് ജിങ്സ് ചെയ്യുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു മെഡിക്കൽ ടീം കോൾവിലിനെ കോട്ടൺ ബൂളിലൊക്കെ റാപ്പ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് വെക്കട്ടെ. ബിക്കോസ് അടുത്ത സീസൺ കോൾവിൽ നമുക്ക് വേണ്ടി ഒരു വലിയ റോള് നമ്മുടെ ഡിഫൻസിൽ ചെയ്യാനുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ചുറ്റും പ്ലെയേഴ്സ് വരുമ്പോഴത്തേക്കും നമ്മളൊരു ബെറ്റർ ഡിഫൻസ് ആവും. ഇന്നും ഫൊഫാന ആക്ച്വലി കോൾവില്ലിൻ്റെ കൂടെ കളിച്ചുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ ഒരു പാർട്ട്ണർഷിപ്പ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോയി. നമുക്കറിയാം ഫൊഫാന വേറെ ഒരു സെൻറ്റർ ബാക്ക് പെയറിൻ്റെ കൂടെ കളിക്കുമ്പോൾ എന്തൊക്കെ പരിപാടികൾ ഒപ്പിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഇന്നെന്തോ കോൾവില്ല് നാച്ചുറലി ആ ഒരു ടീംമേറ്റ്സിലൊക്കെ ആ ഒരു കോൺഫിഡൻസ് ഇൻസ്പയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള പ്ലെയറാണ്, നമുക്കറിയാം. റെഗുലറായിട്ട് കളിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫ്യൂച്ചർ ക്യാപ്റ്റൻ മെറ്റീരിയൽ ആവാനുള്ള ക്വാളിറ്റി ഉള്ള പ്ലെയറാണ്. എന്തായാലും അതൊക്കെ സംഭവിക്കട്ടെ. ഇത്രയും നാളുകൾക്ക് ശേഷം കോൾവില്ലിന് ആ പിച്ചിൽ അത്രയ്ക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ കണ്ടതിൽ ഒരുപാട് സന്തോഷം.